യഹോവയുടെ പെട്ടകം 7 മാസം ഫെലിസ്ത്യ ദേശത്ത് ആയിരുന്നു. എന്നാൽ ഫെലിസ്ത്യർ പുരോഹിതന്മാരും പ്രശ്നക്കാരും വരുത്തി, നാം യഹോവയുടെ പെട്ടകം സംബന്ധിച്ച് എന്തു ചെയ്യേണ്ടു? അതിനെ അതിൻ്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടതെങ്ങനെ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവിൻ എന്ന് ചോദിച്ചു. അതിന് അവർ, നിങ്ങൾ ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പെട്ടകം വിട്ടയക്കുന്നുവെങ്കിൽ വെറുതെ അയക്കാതെ ഒരു പ്രായശ്ചിത്തവും അവന് കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും. അവൻ്റെ കൈ നിങ്ങളെ വിട്ട് നീങ്ങാതെ ഇരിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്നു പറഞ്ഞു. ഞങ്ങൾ അവന് കൊടുത്തയക്കേണ്ടുന്ന പ്രായശ്ചിത്തം എന്ത് എന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞത്, ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ എണ്ണത്തിനൊത്തവണ്ണം പൊന്നുകൊണ്ട് 5 മൂലക്കുരുവും പൊന്നുകൊണ്ട് 5 എലിയും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധയല്ല ഉണ്ടായിരുന്നത്. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ മൂലക്കുരുവിൻ്റെയും നിങ്ങളുടെ ദേശത്തെ ശൂന്യമാക്കുന്ന എലിയുടെയും പ്രതിമകൾ ഉണ്ടാക്കി ഇസ്രായേല്യരുടെ ദൈവത്തിന് തിരുമുൽ കാഴ്ച വയ്ക്കണം. പക്ഷേ അവൻ തൻ്റെ കൈ നിങ്ങളുടെ മേൽ നിന്ന്, നിങ്ങളുടെ ദേവന്മാരുടെ മേൽ നിന്ന്, നിങ്ങളുടെ ദേശത്തിൻ മേൽ നിന്ന് നീക്കും. മിസ്രയീമ്യരും ഫറവോനും തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് എന്തിന്? അവരുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ച ശേഷമല്ല അവർ അവരെ വിട്ടയക്കുകയും അവർ പോവുകയും ചെയ്തത്. ആകയാൽ നിങ്ങളിപ്പോൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി നുകം വച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ അവയുടെ അടുക്കൽ നിന്ന് വീട്ടിൽ മടക്കി കൊണ്ട് പോകുവിൻ. പിന്നെ യഹോവയുടെ പെട്ടകം എടുത്ത് വണ്ടിയിൽ വയ്പിൻ. നിങ്ങൾ അവന് പ്രായശ്ചിത്തമായി കൊടുത്തയക്കുന്ന പൊന്നുരുപ്പടികളും ഒരു ചെല്ലത്തിൽ അതിനരികെ വച്ച് അത് തനിച്ച് പോകുവാൻ വിടുവിൻ. പിന്നെ നോക്കുവിൻ, അത് ബേത്ത്ശേമെശിലേക്കുള്ള വഴിയായി സ്വദേശത്തേക്ക് പോകുന്നു എങ്കിൽ അവൻ തന്നെയാകുന്നു നമുക്ക് ഈ വലിയ അനർത്ഥം വരുത്തിയത്, അല്ലെങ്കിൽ നമ്മെ ബാധിച്ചത് അവൻ്റെ കൈയല്ല, യാദൃച്ഛ നമുക്ക് ഭവിച്ചതത്രേ എന്ന് അറിഞ്ഞുകൊള്ളാം. അവർ അങ്ങനെ തന്നെ ചെയ്തു. കറവുള്ള 2 പശുക്കളെ വരുത്തി വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ വീട്ടിലിട്ട് അടച്ചു. പിന്നെ അവർ യഹോവയുടെ പെട്ടകവും പൊന്നുകൊണ്ടുള്ള എലികളും മൂലക്കുരുവിൻ്റെ പ്രതിമകളും ഇട്ടിരുന്ന ചെല്ലവും വണ്ടിയിൽ വച്ചു. ആ പശുക്കൾ നേരെ ബേത്ത്ശേമെശിലേക്കുള്ള വഴിക്ക് പോയി. അവ കരഞ്ഞുകൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി തന്നെ പോയി. ഫെലിസ്ത്യ പ്രഭുക്കന്മാരും ബേത്ത്ശേമെശിൻ്റെ അതിർവരെ പിന്നാലെ ചെന്നു. അന്നേരം ബേത്ത്ശേമെശ്യർ താഴ്വരയിൽ കോതമ്പ് കൊയ്യുകയായിരുന്നു. അവർ തല ഉയർത്തി പെട്ടകം കണ്ടിട്ട് സന്തോഷിച്ചു. വണ്ടി ബേത്ത്ശേമെശ്യനായ യോശുവയുടെ വയലിൽ വന്ന് നിന്നു. അവിടെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് യാഗം കഴിച്ചു. ലേവ്യർ യഹോവയുടെ പെട്ടകവും പൊന്നുരുപ്പടികളുള്ള ചെല്ലവും ഇറക്കി ആ വലിയ കല്ലിന്മേൽ വച്ചു. ബേത്ത്ശേമെശ്യർ അത് യഹോവയ്ക്ക് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും അന്ന് യഹോവയ്ക്ക് ഹനനയാഗങ്ങളും അർപ്പിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അയ്വരും ഇത് കണ്ട ശേഷം അന്ന് തന്നെ എക്രോനിലേക്ക് മടങ്ങിപ്പോയി. ഫെലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായി കൊടുത്തയച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിൻ്റെ പേർ കൊന്ന്, ഗസയുടെ പേർ കൊന്ന്, അസ്കലോൻ്റെ പേർ കൊന്ന്, ഗത്തിൻ്റെ പേർ കൊന്ന്, എക്രോൻ്റെ പേർ കൊന്ന്. ഇങ്ങനെയായിരുന്നു പൊന്നുകൊണ്ടുള്ള എലികൾ ഉറപ്പുള്ള പട്ടണങ്ങളും നാട്ടുപുറങ്ങളിലെ ഗ്രാമങ്ങളുമായി 5 പ്രഭുക്കന്മാർക്കുള്ള സകല ഫെലിസ്ത്യ പട്ടണങ്ങളുടെയും എണ്ണത്തിന് ഒത്തവണ്ണം ആയിരുന്നു. അവർ യഹോവയുടെ പെട്ടകം ഇറക്കി വച്ച വലിയ കല്ല് ബേത്ത്ശേമെശിലെ യോശുവയുടെ വയലിൽ ഇന്നുവരെയും ഉണ്ട്. ബേത്ത്ശേമെശ്യർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുക കൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവൻ ജനത്തിൽ 50,770 പേരെ സംഹരിച്ചു. ഇങ്ങനെ യഹോവ ജനത്തിൽ ഒരു മഹാസംഹാരം ചെയ്തതുകൊണ്ട് ജനം വിലപിച്ചു. പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? അവൻ ഞങ്ങളെ വിട്ട് ആരുടെ അടുക്കൽ പോകുമെന്ന് ബേത്ത്ശേമെശ്യർ പറഞ്ഞു. അവർ കിര്യത്ത്യെയാരീം നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, ഫെലിസ്ത്യർ യഹോവയുടെ പെട്ടകം മടക്കി അയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് അതിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകുവിൻ എന്നു പറയിച്ചു. 1 ശമൂവേൽ 7. കിര്യത്ത്യെയാരീം നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ മകനായ എലെയാസാറിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യത്ത്യെയാരീമിലായിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യ ദൈവങ്ങളെയും അശ്രദ്ധ പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അശ്രദ്ധ പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെ മിസ്പയിൽ കൂട്ടുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കണ്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിൻ്റെ
നേരെ പുറപ്പെട്ടു വന്ന ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവ്വാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്ക് അടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടി മുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേൽ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു ബേത്കാരിൻ്റെ താഴെ വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ല് എടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞു. അതിന് ഏബൻ ഏസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി, പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിൻ്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധം വരുന്നു. എക്രോൻ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. അവയുടെ അതിർ നാടുകളും ഇസ്രായേൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഇസ്രായേലും അമോര്യരും തമ്മിൽ സമാധാനമായിരുന്നു. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. അവൻ ആണ്ടുതോറും ബേഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ച് അവിടങ്ങളിൽ വച്ച് ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിട്ട് രാമയിലേക്ക് മടങ്ങിപ്പോരും. അവിടെയായിരുന്നു അവൻ്റെ വീട്. അവിടെ വച്ചും അവൻ ഇസ്രായേലിന് ന്യായപാലനം നടത്തി വന്നു. യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠവും പണിതിരുന്നു. 1 ശമൂവേൽ 8. ശമൂവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രന്മാരെ ഇസ്രായേൽ ന്യായാധിപന്മാരാക്കി. അവൻ്റെ ആദ്യജാതന് യോവേൽ എന്നും രണ്ടാമത്തന് അബിയാവ് എന്നും പേർ. അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവൻ്റെ പുത്രന്മാർ അവൻ്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളെ കൈക്കൂലി വാങ്ങി ന്യായം മറിച്ച് വന്നു. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ശമൂവേൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്നു അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിൻ്റെ പുത്രന്മാർ നിൻ്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു. ആകയാൽ അവരുടെ അപേക്ഷ കേൾക്ക. എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ ന്യായം അവരോട് അറിയിക്കണം. അങ്ങനെ രാജാവിനെ അപേക്ഷിച്ച ജനത്തോട് ശമൂവേൽ യഹോവയുടെ വചനങ്ങളെ എല്ലാം അറിയിച്ച് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ ന്യായം ഇതായിരിക്കും. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരും ആക്കും. അവൻ്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടി വരും. അവൻ അവരെ 1000-നും 50-നും അധീപന്മാരാക്കും. തൻ്റെ നിലം കൃഷി ചെയ്യുവാനും തൻ്റെ വിള കൊയ്യുവാനും തൻ്റെ പടക്കോപ്പും തേർക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരത്തികളും വെപ്പുകാരത്തികളും അപ്പക്കാരത്തികളും ആയിട്ടെടുക്കും. അവൻ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും എടുത്ത് തൻ്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശമെടുത്ത് തൻ്റെ ഷണ്ഡന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തൻ്റെ വേലയ്ക്ക് ആക്കും. അവൻ നിങ്ങളുടെ ആടുകളിൽ 10-ലൊന്ന് എടുക്കും. നിങ്ങൾ അവന് ദാസന്മാരായിത്തീരും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിൻ്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കുമെന്നാൽ യഹോവ അന്ന് ഉത്തരമരുളുകയില്ല. എന്നാൽ ശമൂവേലിൻ്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ അല്ല, ഞങ്ങൾക്കൊരു രാജാവ് വേണം, മറ്റ് സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണമെന്ന് അവർ പറഞ്ഞു. ശമൂവേൽ ജനത്തിൻ്റെ വാക്കെല്ലാം കേട്ട് യഹോവയോട് അറിയിച്ചു. യഹോവ ശമൂവേലിനോട് അവരുടെ വാക്ക് കേട്ട് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്ക എന്ന് കൽപ്പിച്ചു. ശമൂവേൽ ഇസ്രായേല്യരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ പട്ടണത്തിലേക്ക് പൊയ്ക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. 1 ശമൂവേൽ 9. ബെന്യാമീൻ ഗോത്രത്തിൽ കീശ് എന്നു പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. അവൻ ബെന്യാമീൻ അബീഹിൻ്റെ മകനായ ബെഖോറാത്തിൻ്റെ മകനായ സെറാറിൻ്റെ മകനായ അബീയേലിൻ്റെ മകൻ ആയിരുന്നു. അവന് ശൗൽ എന്ന പേരോട് യവനനും കോമളത്തുമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. ശൗലിൻ്റെ അപ്പനെ കീശിൻ്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തൻ്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്ക എന്ന് പറഞ്ഞു. അവൻ എഫ്രയീം മലനാട്ടിലും ശാലീശാ ദേശത്തും കൂടി സഞ്ചരിച്ച് അവയെ കണ്ടില്ല. അവർ ശാലിം ദേശത്ത് കൂടി സഞ്ചരിച്ച് അവിടെയും ഇല്ലായിരുന്നു. അവൻ ബെന്യാമീൻ ദേശത്ത് കൂടി സഞ്ചരിച്ചു, എങ്കിലും കണ്ടു കിട്ടിയില്ല. സൂഫ് ദേശത്ത് എത്തിയപ്പോൾ ശമൂവേൽ കൂടെയുള്ള ഭൃത്യനോട്, വരിക, നമുക്ക് മടങ്ങി പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കുമെന്ന് പറഞ്ഞു. അതിന് അവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്ന് അവനോട് പറഞ്ഞു. ശമൂവേൽ തൻ്റെ
ശൗൽ തൻ്റെ ഭൃത്യനോട്, നാം പോകുന്നു എങ്കിൽ ആ പുരുഷനെ എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? നമ്മുടെ ഭാണ്ഡത്തിലെ അപ്പം തീർന്നു പോയല്ലോ. ദൈവപുരുഷനെ കൊണ്ട് ചെല്ലുവാൻ ഒരു സമ്മാനവുമില്ലല്ലോ. നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഭൃത്യൻ ശൗലിനോട്, എൻ്റെ കയ്യിൽ 1/4 ശേക്കെൽ വെള്ളിയുണ്ട്, അവൻ നമുക്ക് വഴി പറഞ്ഞു തരും എന്ന് ഉത്തരം പറഞ്ഞു. പണ്ട് ഇസ്രായേലിൽ ഒരുത്തൻ ദൈവത്തോട് ചോദിപ്പാൻ പോകുമ്പോൾ, വരുവിൻ, നാം ദർശകൻ്റെ അടുക്കൽ പോക എന്ന് പറയും. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവന് അന്ന് ദർശകൻ എന്ന് പറഞ്ഞ് വന്നു. ശൗൽ ഭൃത്യനോട്, നല്ലത്, വരിക, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദൈവപുരുഷൻ താമസിച്ച് വന്ന പട്ടണത്തിലേക്ക് പോയി. അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരത്തികളെ കണ്ട് അവരോട്, ദർശകൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ അവരോട്, ഉണ്ട്, അതാ നിങ്ങളുടെ മുമ്പിൽ, വേഗം ചെല്ലുവിൻ. ഇന്ന് പൂജാഗിരിയിൽ ജനത്തിൻ്റെ വക ഒരു യാഗമുള്ളത് കൊണ്ട് അവൻ ഇന്ന് പട്ടണത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പട്ടണത്തിൽ കടന്ന ഉടനെ അവൻ പൂജാഗിരിയിൽ ഭക്ഷണത്തിന് പോകും മുമ്പേ നിങ്ങൾ അവനെ കാണണം. അവൻ യാഗത്തെ അനുഗ്രഹിക്കേണ്ടതാകൊണ്ട് അവൻ ചെല്ലുവോളം ജനം ഭക്ഷിക്കയില്ല. അതിനുശേഷം മാത്രമേ ക്ഷണിക്കപ്പെട്ടവർ ഭക്ഷിക്കുകയുള്ളൂ. വേഗം ചെല്ലുവിൻ, ഇപ്പോൾ അവനെ കാണുമെന്നുത്തരം പറഞ്ഞു. അങ്ങനെ അവർ പട്ടണത്തിൽ ചെന്നു. പട്ടണത്തിൽ കടന്നപ്പോൾ ഇതാ, ശമൂവേൽ പൂജാഗിരിക്ക് പോകുവാൻ അവരുടെ നേരെ വരുന്നു. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പ് യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. നാളെ ഇന്നേരത്ത് ബെന്യാമീൻ ദേശക്കാരൻ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എൻ്റെ ജനത്തിൻ്റെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തിരുന്നു. ശമൂവേൽ ശൗലിനെ കണ്ടപ്പോൾ യഹോവ അവനോട്, ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാ, ഇവനാകുന്നു എൻ്റെ ജനത്തെ ഭരിപ്പാനുള്ളവൻ എന്നു കൽപ്പിച്ചു. അന്നേരം ശൗൽ പടിവാതിൽക്കൽ ശമൂവേലിൻ്റെ അടുക്കൽ എത്തി. ദർശകൻ്റെ വീട് എവിടെ എന്ന് പറഞ്ഞു തരണമേ എന്ന് ചോദിച്ചു. ശമൂവേൽ ശൗലിനോട്, ദർശകൻ ഞാൻ തന്നെ, എൻ്റെ കൂടെ പൂജാഗിരിക്ക് പോരുവിൻ. നിങ്ങൾ ഇന്ന് എന്നോട് കൂടെ ഭക്ഷണം കഴിക്കണം. നാളെ ഞാൻ നിന്നെ യാത്ര അയക്കാം. നിൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെ പറഞ്ഞു തരാം. 3 ദിവസം മുമ്പേ കാണാതെ പോയ കഴുതകളെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവയെ കണ്ടു കിട്ടിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിൻ്റെ മേലും നിൻ്റെ സർവ്വപിതൃഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിൽ വച്ച് ഏറ്റവും ചെറിയതുമായിരിക്കും. നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ശമൂവേൽ ശൗലിനെയും അവൻ്റെ ഭൃത്യനെയും കൂട്ടി വിരുന്നുശാലയിൽ കൊണ്ടു ചെന്നു. ക്ഷണിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് പ്രധാനസ്ഥലം കൊടുത്തു. ക്ഷണിക്കപ്പെട്ടവർ ഏകദേശം 30 പേർ ഉണ്ടായിരുന്നു. ശമൂവേൽ വെപ്പുകാരനോട്, നിൻ്റെ പക്കൽ വച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ടുള്ള ഓഹരി കൊണ്ട് വരിക എന്ന് പറഞ്ഞു. വെപ്പുകാരൻ കൈക്കുറക്കം അതിന്മേലുള്ളതും കൊണ്ടുവന്ന് ശൗലിൻ്റെ മുമ്പിൽ വച്ച്, നിനക്കായി സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് ഇതാ, തിന്നു കൊള്ളുക. ഞാൻ ഉത്സവത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉത്സവത്തിന് വേണ്ടി നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ശമൂവേൽ പറഞ്ഞു. അങ്ങനെ ശൗൽ അന്ന് ശമൂവേലിനോട് കൂടെ ഭക്ഷണം കഴിച്ചു. അവൻ പൂജാഗിരിയിൽ നിന്ന് പട്ടണത്തിലേക്ക് ഇറങ്ങിയ ശേഷം അവൻ വീട്ടിൻ്റെ മുകളിൽ വെച്ച് ശൗലുമായി സംസാരിച്ചു. അവൻ അതികാലത്ത് അരുണോദയത്തിൽ എഴുന്നേറ്റ് ശമൂവേൽ മുകളിൽ നിന്ന് ശൗലിനെ വിളിച്ച്, എഴുന്നേൽക്ക, ഞാൻ നിന്നെ യാത്ര അയക്കാമെന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റ് അവർ രണ്ടുപേരും, അവനും ശമൂവേലും തന്നെ വെളിയിലേക്ക് പുറപ്പെട്ടു. പട്ടണത്തിൻ്റെ അറ്റത്ത് എത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്നു പറഞ്ഞു.